ദുബൈയിൽ മണൽത്തരികൾ കൊണ്ട് കവിത രചിക്കുകയാണ് ഒരു കാഞ്ഞിരപ്പള്ളിക്കാരി. UAE ജനകീയ പരിപാടികളിലെല്ലാം ഇവരുടെ സാൻഡ് ആർട്ട് ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. എൻ്റെ പേര് അലീഷ. ഞാൻ കോട്ടയം കാഞ്ഞിരപ്പള്ളി എന്നാണ് നാട്ടിൽ. ഇവിടെ വന്നിട്ടിപ്പം 4-5 വർഷമായി. സാൻഡ് ആർട്ട് ചെയ്യാൻ തുടങ്ങിയത് കോളേജ് പഠിക്കുമ്പോഴാണ്. അത് യാദൃശ്ചികമായിട്ടാണ് വന്നത്. കോളേജിൽ ഫെസ്റ്റിന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പം അന്ന് ക്രിസ്മസിന് വാട്സപ്പിൽ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു സാൻഡ് ആർട്ടിൻ്റെ തന്നെ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് ചെയ്തു. അപ്പോൾ അത് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് വന്നു. അങ്ങനെ ഒരു ബോക്സ് ഉണ്ടാക്കി കോളേജ് ചെയ്തു. അങ്ങനെ അത് ഹിറ്റായി. അത് എൻ്റെ സീനിയറിൻ്റെ ഇഷ്ടപ്പെടുകയും എൻ്റെ സീനിയറിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് വിളിക്കുകയും ചെയ്തു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈവായിട്ട്. അപ്പോൾ അത് ഷൂട്ട് ചെയ്തൊരു ന്യൂസ് ചാനലാണ്. അങ്ങനെയാണ് എല്ലാവരും അറിയുന്നത്. പ്രൊഫഷണലി അക്കൗണ്ട്സ് ആണ്. ഇവിടെ ഒരു ജുമേറയിലൊരു ക്ലിനിക്കിൽ അക്കൗണ്ട്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ BCom കൊമേഴ്സ് ആണ് പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ CMA ചെയ്തു. പിന്നെ അങ്ങ് ജോലിയായിട്ട്. ശരിക്കും നാട്ടിലേക്കാട്ടിലും എനിക്ക് തോന്നുന്നു കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെയാണുള്ളത്. ഇവിടെയാണ് അവർ കൂടുതൽ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നത്. നാട്ടിലെന്ന് പറയുമ്പോൾ ഒന്നെങ്കിലും ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ മാത്രമേ ഇതങ്ങനെ കണ്ടുവരുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവെയർനെസ്, അതിനൊക്കെ ഇതൊരു ബെസ്റ്റ് വേ ആണ്. കാരണം ആൾക്കാരെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. കുറച്ചധികം ടൈം കിട്ടിയാലേ നമുക്കിതൊരു കൺവേയിങ് ആണുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അപ്പം ചില പ്രോഗ്രാംസിൽ ടൈം ലിമിറ്റ് കാരണം 3-4 മിനിറ്റ് കൊണ്ട് ഒതുക്കാൻ പറയും. അപ്പം ചിലപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ചിലപ്പോൾ അതിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ കാണുന്നത് സാൻഡ് ആർട്ടാണ്. ആ സാൻഡ് ആർട്ട് ലൈവായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പാകത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു വാമപ്പ് എന്നുള്ള രീതിയിൽ, ഒരു സ്വാഗതം എന്നുള്ള രീതിയിൽ അലീഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഉഗ്രം കൈഡി. അലീഷ നൗഷാദ് മാധ്യമത്തിൻ്റെ കമോൺ കേരളയുടെ ഷോ ഉണ്ടായിരുന്നു. പിന്നെ കാർണിവൽ, ക്ലബ് FM കാർണിവൽ ചെയ്തു. പിന്നെ ചെയ്തത് മീഡിയ വണ്ണിൻ്റെ ചെയ്തിട്ടുണ്ട്, ഹെർ സ്റ്റോറി. പിന്നെ കൂടുതലും ഈ പ്രോഡക്റ്റ് ലോഞ്ചാണ്, കമ്പനി പരമായിട്ടുള്ള. ചില ക്ലയൻസുകൾ തീമായിട്ട് തരും, ഇത് ഇങ്ങനെ വരച്ചാൽ മതി എന്ന് പറയും. ചിലവർ ഇങ്ങനെ ടോപ്പിക്ക് തരത്തുള്ളൂ. ഈ ചിലപ്പോൾ വുമൻസ് ഡേയുടെ പറ്റിയായിരിക്കും, അല്ലെങ്കിൽ മദേഴ്സ് ഡേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവെയർനെസ്സിനെ പറ്റിയായിരിക്കും. ഇങ്ങനെ ഹെഡിങ് മാത്രമേ തരത്തുള്ളൂ. അപ്പം നമ്മൾ സ്വന്തമായിട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഞാനും ഹസ്ബൻഡും കൂടെ ഡിസ്കസ് ചെയ്ത് ആദ്യമേ ഒരു ബേസ് ലൈൻ വരച്ചിട്ട് ഇത് ക്ലയൻസിന് കൊടുക്കും. അതിഷ്ടപ്പെട്ടാൽ അതിൻ്റെ ലൈവ് ഡ്രോയിങ് ഡ്രാഫ്റ്റ് കൊടുക്കും. അതിനകത്ത് നിന്നാണ് പിന്നെ ചേഞ്ചസ് വരുത്തുകയും പിന്നെ ഒരു സ്റ്റോറി ആയിട്ട് വരുന്നത്. മാരീഡാണ്. എൻ്റെ ഹസ്ബൻഡുണ്ട്, എൻ്റെ കുട്ടിയുണ്ട്. ഇവിടെ ഞങ്ങളിവിടെ സെറ്റിലാണ്. പിന്നെ കുട്ടിയെ നോക്കുന്ന ചേച്ചിയുണ്ട്. നാട്ടിൽ എൻ്റെ വീട്ടിൽ ഉമ്മ വാപ്പ, ഒരു കുഞ്ഞനീത്തി ആങ്ങളയുണ്ട്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഉമ്മ വാപ്പ, പിന്നെ ഒരു പെങ്ങളുണ്ട്. സാൻഡ് ആർട്ട് അറിയപ്പെടാൻ ഇഷ്ടം. കാരണം ഇത് അത്ര വലിയ എപ്പോഴും അവൈലബിൾ അല്ല, എല്ലാവരും ചെയ്യാറില്ല. ഇപ്പം ഓയിൽ പെയിൻറ്റ് അല്ലെങ്കിൽ ക്യാൻവാസ് പെയിൻറ്റിങ് ആണെങ്കിലും ഒത്തിരി പേരുണ്ടാവും ചെയ്യാൻ. പക്ഷേ ഈ ഒരു ആർട്ട് അങ്ങനെ അധികം പേർക്ക് അറിയില്ല. അപ്പം യുണീക്കായിട്ടുള്ളൊരു വീക്ക് കൂടെ പോകാമെന്ന് ഓർത്ത്. അപ്പോൾ ഇത് തന്നെയാണ്, സാൻഡ് ആർട്ടിൽ കൂടി തന്നെ അറിയാനാണ് താല്പര്യം. മീഡിയ വണ്ണിൻ്റെ ഹെർ സ്റ്റോറി എനിക്ക് ഒത്തിരി റിയാക്ഷൻ കിട്ടി.
നല്ലതാണെന്ന് കുറേ പേര് എനിക്ക് കമൻറ്റ് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അതൊരു മനസ്സുകൊണ്ടൊരു ചെയ്തു നല്ലതായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി എന്നൊരു തോന്നലുണ്ട്. ഇപ്പം ഇൻസ്റ്റഗ്രാം അതുപോലെയുള്ള സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന UAE ആണല്ലോ, UAE പറ്റി ചെയ്യാൻ വേണ്ടി, അതായത് UAE ബുർജ് ഖലീഫ, ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം, ബുർജ് അൽ അറബ്, അങ്ങനെ വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുള്ള ഒരു ഷോ ചെയ്യാൻ നോക്കി. പിന്നെ ഇപ്പോൾ ഈദാണെങ്കിൽ ഈദിനെ ബേസ് ചെയ്തിട്ടുള്ള, അതൊന്നും ആരും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഈദിനെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ചെയ്യണം. പിന്നെ ഇപ്പം പലസ്തീൻ്റെ ഇഷ്യൂ, അതൊക്കെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ നോക്കുന്നു. A short break.